നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടും നടന്മാരുമാണ്. ഇതിനെപ്പറ്റി ഞാൻ പ്രധാനമായിട്ടും 3 പോയിന്റാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ പോയിന്റ്, ഈ പീഡനങ്ങൾ സിനിമയിൽ മാത്രമാണോ സംഭവിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമത്തെ പോയിന്റ്, മനുഷ്യർ ഈ സിനിമാ നടന്മാരെ ഇത്രയധികം ആരാധിക്കുന്നതും അവരോട് ഇത്രയധികം ഇൻവോൾവ് ചെയ്യുന്നതും അല്ലെങ്കിൽ അവരുടെ പല കാര്യങ്ങളും വൈകാരികമായിട്ട് എടുക്കുന്നതും അവരുടെ പുറകിൽ നടക്കുന്നതിനെ പറ്റിയുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ്, ഇതുപോലെ തന്നെ ബിഗ് ബോസ് പോലുള്ള പരിപാടിയിലും ആ പരിപാടിയെ ആൾക്കാർ വൈകാരികമായിട്ട് എടുക്കുന്നതും അല്ലെങ്കിൽ അവർ ആ വിന്നേഴ്സിനെ അതിൽ നിന്ന് ജയിക്കുന്ന വിന്നേഴ്സിൻ്റെ പുറകിൽ ആൾക്കാർ പോകുന്നതും അവരോട് കടുത്ത ആരാധനയും അവരുടെ ഫാൻസ് അസോസിയേഷൻ പോലുള്ള ഉണ്ടാക്കി എടുക്കുന്നതിനെ പറ്റിയൊക്കെ ഒരു 3 പോയിന്റാണ് ഞാൻ പ്രധാനമായിട്ടും ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഇതിനകത്തിലെ ആദ്യത്തെ പോയിന്റ് ഞാൻ പറയാം. പീഡനങ്ങൾ സിനിമയിൽ മാത്രമാണോ നടക്കുന്നത്? അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. സിനിമയിൽ മാത്രമല്ല, മറ്റു പല മേഖലകളിലും പീഡനങ്ങൾ നടക്കുന്നുണ്ട്. ആ പീഡനങ്ങളെയൊക്കെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിനപ്പുറത്തേക്ക് അതിനെയൊക്കെ ഏത് രീതിയിൽ നമുക്ക് ഒരു മാനുഷിക തലത്തിൽ അതിനെയൊക്കെ എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ പറ്റിയൊക്കെയാണ് നമുക്ക് ശരിക്കും ചിന്തിക്കേണ്ട വിഷയം. ഓരോ മനുഷ്യരും ചിന്തിക്കേണ്ട വിഷയമൊക്കെ അതാണ്. ഇപ്പോൾ രണ്ടാൾക്കാർ തമ്മിൽ മ്യൂച്വലായിട്ട് ഉഭയകക്ഷി പ്രകാരമൊക്കെ ഉള്ള ഈ പല ബന്ധങ്ങളും അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ്. അത് നമുക്ക് ഈ പറയുന്ന സിനിമാക്കാരായതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റു പലതരത്തിലുള്ള സെലിബ്രിറ്റീസ് ആയതുകൊണ്ടോ നമുക്കൊന്നും തെറ്റു പറയാൻ കഴിയില്ല. അത് ആ തലത്തിലും അത് മറ്റു തലങ്ങളിലും ഒക്കെ അങ്ങനെയാണ്. പിന്നെ ഒരാളെ അവരുടെ അനുവാദമില്ലാതെ ഉപദ്രവിക്കുമ്പോഴോ അവരെ ശാരീരികമായിട്ടൊക്കെ പീഡിപ്പിക്കുമ്പോഴാണ് ഈ വിഷയത്തിലോട്ട് കിടക്കുന്നത്. അതിനെങ്ങനെ നമ്മൾ നിയന്ത്രിക്കാം? അതൊരു വലിയ വിഷയമാണ്. അതിന് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും വിദ്യാഭ്യാസം, അതായത് സെക്ഷൽ എഡ്യൂക്കേഷനും ഒക്കെ കൊണ്ടേ പറ്റത്തുള്ളൂ. അവരുടെ മാനസിക നില എങ്ങനെയാണ്, അവരുടെ ഹോർമോൺ ഓരോ മനുഷ്യർക്കും എങ്ങനെയാണ്, അവരെങ്ങനെയാണ് അവരുടെ ബോഡി സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിലുള്ള അനാട്ടമിയൊക്കെ എങ്ങനെയാണ്, അവരുടെ മൈൻഡ് സെറ്റുകളൊക്കെ എങ്ങനെയാണെന്നൊക്കെ ഉള്ള ഒരു പൊതുവെ ഉള്ള ആ മനുഷ്യൻ്റെ ചിന്തയും അവരുടെ ധാരണകളും ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ളൊരു വിദ്യാഭ്യാസങ്ങളൊക്കെ നടക്കത്തുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഇത് മുഴുവൻ അടിച്ചമർത്തി ഈ കാര്യങ്ങളെല്ലാം ശുദ്ധകലശം നടത്താമെന്നുള്ള ഒരു മോഹമൊന്നും ആർക്കും വേണ്ട. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ഓരോരുത്തർക്കും നോ പറയാനുള്ള ഒരു ആർജവം വേണം. ഇപ്പം കൂടുതലും പെൺകുട്ടികളെ പറ്റിയാണല്ലോ ഇത് പറയുന്നത്. ഇപ്പോൾ പുരുഷന്മാരും വളരെ കുറച്ച് ആൾക്കാർ മാത്രം പറയുന്നുണ്ട്. അത് അത്യുതല അവസ്ഥയിലൂടെ ചിന്തിക്കുന്ന മനുഷ്യരും മാനസിക പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ മറ്റ് തലത്തിലുള്ള രോഗാവസ്ഥ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, മൂർച്ഛിച്ചിരിക്കുന്നതിന് രോഗാവസ്ഥ എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള തലത്തിലാണ് മറ്റു തലത്തിലോട്ട് പോകുന്നത്. മിക്കവാറും ഓപ്പോസിറ്റ് സെക്സ് ആ തലങ്ങളിലാണ് ഇങ്ങനെയുള്ള ഒരു ഉപദ്രവമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വലിയ അധിനിവേശങ്ങളോ നടക്കാറുള്ളത്. അപ്പം ബേസിക്കലി നമുക്കിതിനെ എങ്ങനെ ചെറുക്കാം അല്ലെങ്കിൽ എങ്ങനെ നിയന്ത്രിക്കാം? അത് സ്ത്രീകൾ നോ പറയേണ്ട സ്ഥലങ്ങളിലൊക്കെ നോ പറഞ്ഞേ പറ്റത്തുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് സിനിമ അത്ര പാഷനാണെങ്കിൽ നിങ്ങൾക്ക് അഭിനയിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സിനിമയായിട്ട് സഹകരിച്ച് പ്രവർത്തിക്കാം. അത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നോ പറയേണ്ടതാണ്. ആ നോ പറയേണ്ടടത്ത് നിങ്ങളുടെ ഇഷ്ട ഫീൽഡിൽ നിർത്തി പോവുകയാണെങ്കിൽ പോകാം. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിനേക്കാളും നല്ല ഒരുപാട് ഫീൽഡുകളുണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ഫെയിം കിട്ടത്തില്ലായിരിക്കും, ഇത്രയും ക്യാഷ് കിട്ടത്തില്ലായിരിക്കും എന്നുള്ളതിനൊക്കെ ഉപരി നിങ്ങൾക്ക് മനസ്സമാനം കിട്ടുമായിരിക്കും. പക്ഷേ അതൊന്നും ചെയ്യാതെ പിന്നെ നിങ്ങൾ ഇതിനകത്ത് തന്നെ കടിച്ചു തൂങ്ങി കിടക്കുകയാണെങ്കിൽ നിങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതൊക്കെ നിങ്ങളുടെ വ്യക്തിപരമായ ഇഷ്ടം. ആ ഇഷ്ടം ആ രീതിയിൽ പോയിട്ട് പിന്നെ നിങ്ങൾ പീഡനമാണെന്ന് പറയുന്നതിനകത്ത് എന്തർത്ഥം എന്നുള്ളതാണ് ശരിക്കും ഒരു പ്രസക്തമായ ചോദ്യം. അതുപോലെ രണ്ടാമത്തെ പോയിന്റ് ഞാൻ പറയാം. അതായത് ഈ താരങ്ങളോടുള്ള അമിതമായ ആൾക്കാരുടെ ആരാധനയാണ്. അതായത് ഇവരെ നമ്മുടെ സമൂഹത്തിലുള്ള ഒരാളായിട്ട് അല്ല ഇവർ താരങ്ങളെയൊക്കെ കാണുന്നത്. ഇവർ ഏലിയൻസിന്റെ പോലാണ് കാണുന്നത്. നമ്മുടെ സമൂഹത്തിലില്ലാത്ത ഒരു മനുഷ്യരായിട്ടോ മറ്റൊരു കാറ്റഗറിയിലായിട്ടുള്ള ആൾക്കാരൊക്കെ ആയിട്ടാണ് ഈ സിനിമാക്കാരെ ആരാധകർ കാണുന്നത്. അതിന്റെ ആവശ്യകത എത്രത്തോളം ഉണ്ടെന്നുള്ളൊരു പ്രസക്തമായ ചോദ്യമുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് മുടക്കി നിങ്ങളുടെ സമയം ചിലവാക്കി നിങ്ങൾ സിനിമ കാണുന്നു. അത് നിങ്ങളുടെ എന്റർടൈൻമെന്റ് വേണ്ടിയാണ്. നിങ്ങളുടെ പലതരം ചില ആൾക്കാർ സ്പോർട്സിലോട്ട് പോകാറുണ്ട്, ക്രിക്കറ്റോ ഫുട്ബോളോ ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു എന്റർടൈൻമെന്റ് മേഖലയാണ് സിനിമ. പലർക്കും പലതരത്തിലുള്ള സിനിമകളായിരിക്കും ഇഷ്ടം. തമാശ പടമോ ക്ലാസിക്കൽ പടമോ ഇതൊക്കെ നിങ്ങൾക്ക് ആസ്വദിക്കാൻ ഉള്ള അവകാശവും സ്വാതന്ത്ര്യമൊക്കെ എന്നിരിക്കെ ആ ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം ഡ്യൂറേഷൻ കഴിയുമ്പോൾ പിന്നെയും ആരാധനയൊക്കെ ആകാം. ഇതൊക്കെ അമിതമായിട്ടാണ് പലപ്പോഴും ഇവർ കൂടി നടത്തും. ചില സിനിമാ നടിമാർ കൂടി നടത്തും, സിനിമാക്കാർ കൂടി നടത്തും ഒക്കെ ജനപ്രവാഹമാണ്. പോലീസിനൊക്കെ കാര്യമായിട്ട് നിയന്ത്രിക്കേണ്ടി വരും. അപ്പം ഇതൊക്കെ വ്യക്തിപരമായിട്ട് എനിക്കത് അവരുടെ മാനസിക നില എങ്ങനെയാണ്, ആരാധനയൊക്കെ നല്ലതാണ്, അതിന് അപ്പുറത്തേക്ക് ഇവരുടെ മാനസിക നില എങ്ങനെയാണ്, ഒരു മനുഷ്യനെ കാണുമ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ ഇവരുടെ പുറകെ നടക്കാൻ പറ്റുന്നതെന്നൊക്കെ ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. കാരണം വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി ഇഷ്ടമാണെങ്കിൽ, നിങ്ങളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ബുദ്ധിയെ പരിശോധിക്കുകയാണെങ്കിൽ ഇതിന്റെ ആവശ്യം എത്രത്തോളം ഉണ്ടെന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. അങ്ങനെ ഇരിക്കെ നമ്മൾ പലപ്പോഴും ഇതിൻ്റെയൊക്കെ പുറകെ നടക്കേണ്ട ആവശ്യമുണ്ടോ? അതുകൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഇത്തരം വിഷയങ്ങൾ ഹേമ കമ്മിറ്റിയും നടന്മാരുടെയൊക്കെ വിഷയം വരുമ്പോൾ ഈ ഒരു വലിയൊരു പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ്
ഇതൊക്കെ വലിയ ചർച്ചയാവുന്നത്, ചാനൽ ചർച്ചകളാവുന്നത്, ഓരോരുത്തർ ആരെയൊക്കെ പീഡിപ്പിച്ചെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഒരു ഇക്ലിക്ക് വലിയൊരു എന്താ പറയുന്നത്, നമുക്കൊരു വലിയൊരു വിഷയമായി മാറുന്നാൽ ഇക്ലി കഥകളൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. പല ആൾക്കാർ യൂട്യൂബ് തുറന്നു വെച്ചിരുന്ന് അടിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഇവരെന്തോ ഒരു വേറൊരാൾ ആയി കാണുന്നത് കൊണ്ടോ ഒക്കെ ആയിരിക്കാം ഇതൊക്കെ സ്വയം ചിന്തിക്കരുത്. ലോകത്ത് ഈ ഇങ്ങനെയുള്ള ആരാധനയൊക്കെ ലോകത്തടങ്ങളിലൊക്കെ ഇങ്ങനെ കടുത്ത ആരാധന ഇവർ പോകുന്നതിൻ്റെ പുറകിനോ ഇവരെ ഫോളോ ചെയ്യുന്നതിനോ ഇവർ ഇത്ര ആൾക്കൂട്ടമോ ഒക്കെ കാണുമെന്നൊക്കെ എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ഇത് പുതിയ തലമുറയോ അല്ലെങ്കിൽ പുതിയ തലമുറ എന്ന് പറയുന്നില്ല, മനുഷ്യർ ഒക്കെ കുറേയൊക്കെ ചിന്തിച്ച് കൊടുക്കേണ്ട പ്രാധാന്യം മാത്രം കൊടുത്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ മൂന്നാമത്തെ അവസാനത്തെ പോയിന്റ് ഞാനെന്ന് പറയാം. ഞാൻ ഈ ബിഗ് ബോസ് പോലുള്ള പരിപാടികളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. അത് കുറേ സീസണുകളായി. ഇതിനെയൊക്കെ ആൾക്കാർ വളരെ വൈകാരികമായിട്ട് നോക്കിക്കാണുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു മുറിയിൽ കുറേ ആൾക്കാർ അവരുടെ സ്വകാര്യതയിൽ പല ക്യാമറകളും വെച്ച് മനുഷ്യന്മാരെ കാണിക്കുന്ന അവരുടെ യഥാർത്ഥ മുഖവും പൊയ്മുഖങ്ങളും അവരുടെ എന്താ പറയുന്നത് ബിഹേവിയർ പാറ്റേണും അല്ലാത്ത പാറ്റേൺസും ഒക്കെയാണ് അതിനകത്ത് കാണിക്കുന്നത്. അതൊരു പരിധി വരെയൊക്കെ ഒരു സ്ക്രിപ്റ്റഡും ആയിരിക്കാം, എനിക്ക് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിഞ്ഞൂടാം. അപ്പോൾ ഇതിനെ ജനം അത് ഭയങ്കര വൈകാരികമായിട്ട് ഒരു സ്വന്തം വീട്ടിൽ നടക്കുന്ന പ്രവൃത്തിയൊക്കെ ആയിട്ടാണ് കാണുന്നത്. അത് ഏതുതരം മാനസികാവസ്ഥയാണ് എന്നുള്ളതാണ് ഒരു വലിയൊരു പ്രശ്നം. അതിനൊക്കെ ശേഷം ഇതിൻ്റെ വിന്നേഴ്സിനൊക്കെ കൊടുക്കുന്ന വലിയ സ്വീകാര്യത എന്ന് പറയുന്നത് ഓരോ വ്യക്തിയോടും ആണ് നമുക്കിത് ചോദിക്കാനുള്ളത്. കാരണം ഇത് എയർപോർട്ടിലോട്ടൊക്കെ ഇറങ്ങുമ്പോൾ എന്തോ ഒരു മിനി സ്റ്റാർ പോലാണ് ഒരു താരപരിവേഷം കിട്ടുന്നത്. സത്യത്തിൽ അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ടതാണ്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സെലിബ്രിറ്റീസിനെ ഈ സിനിമാക്കാരെയൊക്കെ മനുഷ്യന്മാർ കാണുന്നത് ഒരു ഏലിയൻസ് പോലാണ്. അതായത് അന്യഗ്രഹ ജീവികളെ പോലെ ആണ് ഇവരെ കാണുന്നത്. അതായത് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാത്ത അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ഇല്ലാത്ത ഒരു ആൾക്കാരെ പോലാണ് കാണുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ സ്വന്തം പൈസ മുടക്കി അല്ലെങ്കിൽ ഞാൻ ഈ ബിഗ് ബോസിൻ്റെ കാര്യം തൊട്ട് അല്ലെങ്കിൽ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് തൊട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ ഡയറക്റ്റ് പൈസ കൊടുക്കും, അല്ലെങ്കിൽ മറ്റേ ബിഗ് ബോസ് പോലുള്ള അങ്ങനെയുള്ള പല പരിപാടികളും സീരിയലും മറ്റേ കാണുമ്പോൾ സബ്സ്ക്രിപ്ഷൻ ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സ്വന്തം കാശ് മുടക്കി നിങ്ങളുടെ സമയം ചിലവാക്കി നിങ്ങൾ ഇങ്ങനെയുള്ള പരിപാടികൾ കാണുന്നത് നിങ്ങളുടെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഓരോ വ്യക്തിത്വമുണ്ട്. ഇവരൊക്കെ സിനിമാ നടിമാരോ നടന്മാരോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സെലിബ്രിറ്റീസിലോ ഒക്കെ വരുമ്പോൾ നിങ്ങളിങ്ങനെ ഇടിച്ചു തൂങ്ങി ഇങ്ങനെ ആൾക്കാരുടെ ഇടയിലോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ? ഇത് മറ്റേതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഏതെങ്കിലുമൊക്കെ രാജ്യത്ത് നടക്കുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം സ്വന്തം അതുകൊണ്ടാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നടന്മാരും ഒക്കെ ഇത്ര അങ്ങ് വിഷയമായി കിടക്കുന്നത്. അതല്ലെങ്കിൽ ഇതൊന്നും വലിയ വിഷയമൊന്നുമല്ല. ഇതിനേക്കാൾ എന്തൊക്കെയോ വിഷയങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പരിസ്ഥിതി മലിനീകരണം, വൃത്തിഹീനമായ പല ചുറ്റുപാടുകൾ, പല പ്രകൃതി ദുരന്തങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെയോ ചിന്തിക്കാനും അതൊക്കെ എങ്ങനെ റെക്ടിഫൈ ചെയ്യണം എന്നൊക്കെയുള്ള എന്തുമാത്രം വിഷയങ്ങൾ, തൊഴിലില്ലായ്മ പോലുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് പല ആൾക്കാരും നാട് വിട്ടു പോകുന്നു, അതെന്തുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ അവർക്ക് എന്തുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല, നാട് വിട്ടു പോകുന്നവർക്ക് വ്യക്തിപരമായ കാര്യങ്ങളാണ്. ഇങ്ങനെയൊക്കെ എന്തുമാത്രം വിഷയങ്ങൾ ചിന്തിക്കാൻ കിടക്കുമ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യന്റെ ഒരു വീക്ക്നെസിന്റെ പുറത്താണ് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകളും അതല്ലെങ്കിൽ ഇവർക്ക് ഇത്ര താരപരിവേഷങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ളത്. ഇവരെല്ലാം താരങ്ങളാണ്, അഭിനയിക്കാൻ കഴിവുള്ളവരാണ്, ഇവരെയൊന്നും തള്ളി പറയുന്നില്ല. പക്ഷേ ഈ ആരാധകർ എന്ന് പറയുന്ന ജനങ്ങൾ എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു വ്യക്തിത്വം ഇല്ലയോ? നിങ്ങളൊരു കഥാപാത്രത്തെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ആളെ ഇഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ കാശ് കൊടുക്കുന്നു, സിനിമ കാണാൻ കാശോ നേരത്തെ ഞാൻ പറഞ്ഞ സബ്സ്ക്രിപ്ഷനോ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന നടനെ ആജീവനാന്തകാലം നിങ്ങളുടെ തലയിൽ വെച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ ചിന്തിച്ച് മുന്നോട്ട് പോവുക. ഇത് പറഞ്ഞുകൊണ്ട് ഞാനിപ്പോൾ ഈ വിഷയം അവസാനിപ്പിക്കും.